ഹലോ, വെൽക്കം ബാക്ക് ടു തണൽ ആർട്സ്. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ? വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങിയാലോ? ഇതൊരു 24x16 ഇഞ്ച് ബോർഡാണേ. 2 കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻ്റ് അടിച്ച് ബേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്കെച്ച് വരച്ച് വാൾപുട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. വാൾപുട്ടി തന്നെയല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഫെവിക്കോളും 2 പാർട്ട് വാൾപുട്ടിയും 1 പാർട്ട് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ക്രാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലൊക്കെ ക്രാക്സ് വന്നാലും നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് കഴിയുമ്പോഴേക്കും അത് സ്മൂത്ത് ആയിക്കോളുമേ. ബേസ് റെഡിയാക്കി എടുക്കാൻ അക്രിലിക് പെയിൻറ്റിന് പകരം ജെസ്സോ വേണമെങ്കിലും ഉപയോഗിക്കാമേ. ജെസ്സോ ആയാലും അക്രിലിക് പെയിൻ്റ് ആയാലും കോട്ട് ചെയ്തതിന് ശേഷം അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മുടെ വർക്ക് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മളിവിടെ ക്യാമലിൻ്റെ സ്കെച്ചാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ബോഡി നമ്മൾ വാൾപുട്ടി വെച്ച് അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ ബോഡി റെഡിയാക്കി അതിന് ശേഷം അത് ഒരു ദിവസത്തോളം ഡ്രൈ ആകാൻ വെച്ചു. അത് കഴിഞ്ഞാണ് സാൻഡ് പേപ്പർ ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഡ്രൈ ആകുന്നതിന് മുൻപ് ഒരു 90%, 85% ഡ്രൈ ആകുമ്പോഴേക്കും വേണമെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഈസി ആയിട്ട് ഇത് സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി എന്തെങ്കിലും നമുക്കിങ്ങനെ ഷേപ്സൊക്കെ വരുത്തണമെങ്കിലും ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്ന കേട്ടോ നല്ലത്. അതിനുശേഷം വൈറ്റും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബേജ് കളറിലേക്ക് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കുവാണ്. കളറിങ്ങിനൊക്കെ ഒരു റെഫറൻസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പം ഏതെങ്കിലും പിക്ചർ നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് എടുത്ത് കളർ മിക്സിംഗ് ഒക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കുമേ. കളർ മിക്സിങ് ഇപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കളറിൻ്റെയും കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇതിവിടെ കളർ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമലിന് ഞാനിവിടെ ഗോൾഡ് കളർ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു അക്രിലിക് പെയിൻറ്റ് മെറ്റാലിക് പെയിൻ്റ് അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ ഗോൾഡ് ലീഫാണ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ ഷൈനിയും ഗ്ലോസിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡ് ലീഫ് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഗോൾഡ് ലീഫാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് സർഫസ് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഗോൾഡ് ലീഫ് പേപ്പർ പോലെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്യുക. ഗോൾഡ് ലീഫ് ഡയറക്റ്റ് ഒട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മോഡ് പോഡ്ജ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗോൾഡ് ലീഫ് വെച്ചതിന് ശേഷം വളരെ ലൈറ്റായിട്ട് ഫിംഗർ വെച്ച് പ്രസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പഞ്ച് എടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പിടിച്ചിരുന്നോളുക. ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ഗോൾഡ് ലീഫൊക്കെ നമുക്ക് ഇങ്ങനെ ഫാൻ ബ്രഷാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ഏതെങ്കിലും സോഫ്റ്റായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇനി എങ്ങാനും എക്സ്ട്രാ ഒക്കെ ഇങ്ങനെ സൈഡിലൂടെ സർഫസിലൂടെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ സർഫസിൽ കൊടുത്ത് സെയിം പെയിൻറ്റ് ഒന്നും കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ഗോൾഡ് ലീഫ് പറ്റിയെടുത്തിരിക്കുന്നിടത്തൂടെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാമേ. ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ക്ലിയർ വാർണിഷ് അടിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ.